ഈ ഗ്രീൻ കളറിലാണെങ്കിൽ ഇതിന് നമ്മുടെ ചന്ദ്രിക സോപ്പിനെ അനുകരിക്കുന്ന അതേ സ്മെല്ലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന് ചന്ദ്രിക ചോദിക്കുകയാണെങ്കിൽ ഇതാണ് കിട്ടുന്നത്, ഇവിടെ വന്ന് പിയേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് കിട്ടുന്നത്. അന്നേരം ഏതിന്റെ അനുകരിക്കത്തക്ക രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പാലക്കാട് നിന്ന് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആ കമ്പനിയുടെ വ്യക്തമായ രേഖകളൊന്നും ഇവിടെ ഇല്ല. ഇവർ ഇവിടുന്ന് സോപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ബില്ലടിച്ച് കൊടുക്കുന്നതും ആ ബില്ലിനെ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇത് പിയേഴ്സ് എന്ന് തോന്നത്തക്ക രീതിയിൽ അതിന്റെ മാതൃകയിലും സ്മെല്ലിലും ഇതിനെ അനുകരിക്കുന്ന രീതിയിലാണ്. നേരത്തെ തന്നെ ഞങ്ങൾ വിപണിയിൽ പല സ്ഥലത്തും കണ്ടെത്തിയെങ്കിലും എവിടെയാണ് ഇതിന്റെ സോഴ്സ് എന്നറിയാൻ വയ്യാതെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് ഇത് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി എത്തിയത്. ഇവിടെ വന്നപ്പോൾ ഇതിന് വ്യക്തമായ ലേബലോ ഒന്നുമില്ല. ബൾക്കായിട്ട് ചാക്കിൽ ഇത് കൊണ്ടുവരുന്നു. ആളുകൾ വന്ന് കുറേശ്ശെ വാങ്ങിക്കൊണ്ടുപോയി അവരവരുടെ ഇഷ്ടത്തിന് ഇത് പിയേഴ്സിന്റെ കവറിലിട്ടോ അല്ല പിയേഴ്സിന്റെ ഒറിജിനൽ സാധനമാണ്, ഡ്യൂപ്ലിക്കേറ്റ് മറ്റ് കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമാണെന്ന് പറഞ്ഞ് വീടാന്തോറും നടന്ന് വിൽക്കുകയാണ്. ഷോപ്പുകളിൽ ഇത് കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് വിപണിയിൽ നിന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ വ്യാപകമായിട്ട് നാട്ടുമ്പുറങ്ങളിൽ ഈ സാധനമുണ്ട്. അങ്ങനെയാണ് ഇന്നത് കിട്ടിയത്. ഇവിടെ 1000-ൽ പരം ഇതുപോലുള്ള സോപ്പുകളുണ്ട്. ഏത് സോപ്പായാലും മറ്റേത് കോസ്മെറ്റിക് സാധനങ്ങളായാലും അതിന്റെ ലേബൽ വായിച്ചു നോക്കി ലേബലിൽ ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ് എന്നുവരെ ഇത് ഉപയോഗിക്കാം, ഇതിന്റെ യഥാർത്ഥ നിർമ്മാതാവ് ആരാണ് എന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾക്ക് നാളെ ഒരു കേസിന് പോകണമെങ്കിലോ ഒരു കൺസ്യൂമർ കോർട്ടിൽ പോകണമെങ്കിലോ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഒരു അഡ്രസ്സും ഇല്ലാത്ത, അതായത് ആരാണെന്നോ ഉണ്ടാക്കിയെന്ന് പോലും അറിയാത്ത ഒരു സാധനം, നിർമ്മിച്ചതെന്ന് അറിയാത്ത ഒരു സാധനം നമ്മൾ വാങ്ങിയാൽ യാതൊരു ക്ലെയിമും നമുക്കില്ല. ഏതെങ്കിലും സ്കിൻ ഡിസീസോ മറ്റെന്തെങ്കിലും അലർജിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.